സങ്കല്പങ്ങൾക്ക് ചന്ദനഗന്ധം പകർന്ന ഗാനലോകവീഥിയിലെ ഏകാന്തപഥികൻ്റെ ഹൃദയരാഗം നിലച്ചു. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ഗായകൻ ശ്രീ പി ജയചന്ദ്രൻ വിടവാങ്ങി. 6 പതിറ്റാണ്ടിൻ്റെ സംഗീത സമൃദ്ധി കൊണ്ട് മലയാളത്തിൻ്റെ ഗാനശാഖയെ സമ്പന്നമാക്കിയാണ് ഈ ഗായക പ്രതിഭ തൻ്റെ ശ്രുതി താഴ്ത്തിയത്. മാസ്മരികമായ ശബ്ദാനുഗ്രഹത്താൽ മലയാള മനസ്സിനെ തനിക്കൊപ്പം നടത്തി മാധുര്യത്തിൻ്റെ സംഗീതമഴ ചുരിഞ്ഞു ശ്രീ ജയചന്ദ്രൻ. പാലിയം കുടുംബത്തിൽ 1944 പിറന്നു വീണ ജയചന്ദ്രൻ തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാനായിരുന്നു പിതാവ്. അമ്മ പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയും. മാതാപിതാക്കൾക്ക് മൂന്നാമനായി പിറന്നു വീണ കുട്ടിക്ക് കലയോടുള്ള അഭിനിവേശം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മാത്രമല്ല, താമസം ഇരിഞ്ഞാലക്കുടയിലായതോടെ കഥകളിയിലും മൃദംഗം, ചെണ്ട, പൂരം, പാഠകം, ചാക്യാർകൂത്ത് എന്നീ കലകളോടും നിരന്തരം ബന്ധം പുലർത്താനുമായി. പാലിയം കുടുംബത്തിൽ 1944 പിറന്നു വീണ ജയചന്ദ്രൻ തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാനായിരുന്നു പിതാവ്. അമ്മ പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയും. മാതാപിതാക്കൾക്ക് മൂന്നാമനായി പിറന്നു വീണ കുട്ടിക്ക് കലയോടുള്ള താല്പര്യം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മാത്രമല്ല, താമസം ഇരിഞ്ഞാലക്കുടയിലായതോടെ കഥകളിയോടും മൃദംഗം, ചെണ്ട, പൂരം, പാഠകം, ചാക്യാർകൂത്ത് എന്നീ കലകളോടും നിരന്തര ബന്ധം പുലർത്തുന്നതിന് കഴിഞ്ഞു. 1958 സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ജയചന്ദ്രനും ആ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വച്ചാണ് അദ്ദേഹം ആദ്യമായി KJ യേശുദാസിനെ കാണുന്നത്. അന്ന് ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് യേശുദാസാണ്. മൃദംഗവാദനത്തിൽ ജയചന്ദ്രനും. കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൽ വിജയികളായവർ ചേർന്നൊരുക്കി കച്ചേരി അവതരിപ്പിച്ചു. വായ്പാട്ട് യേശുദാസ്, മൃദംഗവാദകനാകട്ടെ ജയചന്ദ്രനും. 2 പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയ, ഒന്നിച്ചു ചേർന്ന ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. മലയാളക്കരയുടെ ഗാനസഞ്ചാരങ്ങളുടെ ജാതകം അന്നവിടെ കുറിക്കപ്പെട്ടു കാണും. ചരിത്രത്തിനോ വർത്തമാനത്തിനോ ഭാവിക്കോ ഒരിക്കലും മാച്ചുകളയാനാകാത്ത 2 അപൂർവ പ്രതിഭകൾ വളർന്നു വന്നു. ഒരാൾ ഗാനഗന്ധർവനായി, മറ്റേയാൾ ഭാവഗായകനും. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ജയചന്ദ്രൻ്റെ ഉപരിപഠനം. കെമിസ്ട്രി ഐച്ഛിക വിഷയമായി പഠിച്ച അദ്ദേഹം ഒരു സ്വകാര്യ കമ്പനിയിലെ കെമിസ്റ്റ് ജോലിയിൽ പ്രവേശിച്ചു. കലാദേവതയുടെ സ്പർശം ഹൃദയത്തിൽ അറിഞ്ഞ ജയചന്ദ്രൻ സംഗീതത്തോടുള്ള പ്രിയം എന്നും കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രൻ പങ്കെടുത്ത് പാടുന്നുണ്ടായിരുന്നു. ആ ഗാനമാധുരി ശ്രദ്ധയിൽപ്പെട്ട ശോഭന പരമേശ്വരൻ നായർ സിനിമാ സംവിധായകനായ വിൻസെന്റും ചേർന്ന് ജയചന്ദ്രനെ പിന്നണി ഗാനത്തിലേക്ക് ക്ഷണിച്ചു. 1965 ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ച് പുതിയ വീഥിയിൽ അദ്ദേഹം തുടക്കം കുറിച്ചു. പി ഭാസ്കരൻ്റെ രചനയിൽ ചിദംബരനാഥ് സംഗീത സംവിധാനം നിർവഹിച്ച ആ ഗാനം കുഞ്ഞാലിമരയ്ക്കാർ എന്ന സിനിമയിലേതായിരുന്നു. എന്നാൽ
സിനിമ ഇറങ്ങാൻ കാലതാമസം നേരിട്ടു. അപ്പോഴേക്കും ജി ദേവരാജൻ എന്ന മഹാനായ സംഗീത സംവിധായകന്റെ ശ്രദ്ധയിൽ ജയചന്ദ്ര സംഗീതത്തിന്റെ ഭാവസാന്ദ്രത അടയാളപ്പെട്ടിരുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു എന്ന ഗാനമാണ് കളിത്തോഴൻ എന്ന സിനിമയിലൂടെ ആദ്യമായി പുറത്തുവന്ന ജയചന്ദ്ര ഗാനം. പിന്നീടുള്ള യാത്രകൾ അതിവേഗത്തിലായിരുന്നു. ഒട്ടനവധി ഗാനങ്ങൾ ജയചന്ദ്ര കണ്ഠത്തിലൂടെ പ്രവഹിച്ച് മലയാളക്കരയെ കുളിരണിയിച്ചു. തുടർന്ന് മലയാളത്തിൻ്റെ അതിരുകളും ഭേദിച്ച് ജയചന്ദ്രൻ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകൾക്കും പിന്നണി ഗായകനായി. ഗാനഗന്ധർവന്റെ മധുരമനോജ്ഞമായ ഗാനധാര കേരളക്കരയിൽ നിറഞ്ഞൊഴുകുന്ന പതിറ്റാണ്ടുകൾ. അതിനിടയിലതാ ഭാവ തീവ്രതയുടെ സംഗീത സഞ്ചാരങ്ങളുമായി ജയചന്ദ്രൻ തൻ്റെ ഇടവും കണ്ടെത്തി. സ്വകാര്യ കമ്പനിയിലെ ജോലിയിൽ നിന്നും പിൻവാങ്ങി ഒരു മുഴുനീള പാട്ടുകാരനായി അദ്ദേഹം. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനം അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. 5 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. കേരള സർക്കാരിൻ്റെ JC ഡാനിയൽ പുരസ്കാരവും ജയചന്ദ്രന് കരഗതമായിട്ടുണ്ട്. തമിഴ് സിനിമയ്ക്ക് വേണ്ടി നിരവധി ഗാനങ്ങൾ ആലപിച്ച ഈ സംഗീതാരാധകന് 4 തവണ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കലൈമാമണി ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. 2008 റഹ്മാൻ സംവിധാനം നിർവഹിച്ച ADA എ വേ ഓഫ് ലൈഫ് എന്ന ഹിന്ദി ചിത്രത്തിൽ അൽക്ക യാഗ്നിക്കൊപ്പം ഹിന്ദിയിലും അദ്ദേഹം പാടുകയുണ്ടായി. നഖക്ഷതങ്ങൾ ഉൾപ്പെടെ ചില സിനിമകളിൽ അഭിനയവും ജയചന്ദ്രൻ കാഴ്ചവച്ചിട്ടുണ്ട്. ലളിതഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, സിനിമ ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, അങ്ങനെ മലയാളത്തിന് മറക്കാൻ അരുതാത്ത ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹം 16,000-ൽ അധികം പാട്ടുകളാണ് ഒരായുസ്സുകൊണ്ട് പാടിത്തീർത്തത്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ, സ്മൃതി തൻ ചിറകിലേറി, എന്തിനോ തോന്നിയോരിഷ്ടം തുടങ്ങിയ ലളിതഗാനങ്ങൾ മലയാള ഭാഷ നെഞ്ചേറ്റിയവയാണ്. നീലഗിരിയുടെ സഖികളെ, ഏകാന്ത പഥികൻ ഞാൻ, സന്ധ്യക്കെന്തിന് സിന്ദൂരം, സ്വർണഗോപുര നർത്തകീ ശില്പം, അഷ്ടപതിയിലെ നായികേ, ശരദിന്ദു മലർദീപനാളം, ആരെയും ഭാവഗായകനാക്കും, കരിമുകിൽ കാട്ടിലെ, തിരുവാഭരണം ചാർത്തി വിടർന്നു, ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ, ഹർഷബാഷ്പം ചൂടി, റംസാനിലെ ചന്ദ്രികയോ, നന്ദ്യാർവട്ട പൂച്ചിരിച്ചു, കേരനിരകളാടും ഒരു ഹരിതചാരുതീരം, രാജീവ നയനെ നെയ്യുറങ്ങൂ എന്നിങ്ങനെ എണ്ണമറ്റ ഗാനങ്ങൾ എന്നും നമുക്ക് കൂട്ടായിരിക്കാൻ ആ മുഗ്ധകണ്ഠം സമ്മാനിച്ചു. 2024 സെപ്റ്റംബറിൽ അദ്ദേഹം പാടിയ ഒരു ഗുരുവായൂരപ്പ ഭക്തിഗാനമാണ് അവസാനമായി അദ്ദേഹം കരുതി വച്ച ഗാനനിവേദ്യം. വികാരം ഏതുമാകട്ടെ, വിരഹമോ ഭക്തിയോ പ്രണയമോ എന്താകിലും ആ ഗാനങ്ങളെല്ലാം ഭാവപൂർണമായിരുന്നു. എത്ര കേൾക്കലും മതിവരാത്ത വിധം
ഓർമ്മകളുടെ വയൽ വരമ്പുകളിലൂടെ അവ സഹൃദയനെ നടത്തിക്കൊണ്ടുപോകും. ഇരുട്ടിലും വെളിച്ചത്തിലും, മഴയിലും മഞ്ഞിലും വെയിലിലും, ഏകാന്തതയിലും ഏവർക്കുമിടയിലും നമുക്ക് എത്രയോ തവണ കൂട്ടായി വന്നിട്ടുണ്ട്. സംഗീതമായിരുന്നു ജയചന്ദ്രന് ജീവിതം. എല്ലാ പാട്ടുകാരെയും കേൾക്കുന്ന ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ മാണിക്യ വീണയുമായി സഹൃദയൻ്റെ മാനസത്താമരയിൽ ഇരുന്നു പാടാൻ തുടങ്ങിയ മലയാളത്തിൻ്റെ ഭാവഗായകൻ മലയാള സഹൃദയ നഭസിൽ എന്നും പാടുക തന്നെ ചെയ്യും. ആ സവിശേഷ സംഗീത പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ, അനന്തകോടി പ്രണാമങ്ങൾ.